ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഞാൻ വീണ്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചലഞ്ചിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ വേണ്ടിയാണ് വന്ന. ക്വസ്റ്റ്യൻസ് അല്ല, സോറി, ഞാനിവിടെ എഴുതി പോയിൻ്റായിട്ട് വെച്ചിട്ടുണ്ട്. അത് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വന്ന് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാൻ വേണ്ടിയാട്ടോ ഞാൻ വന്നത്. അപ്പം തുടങ്ങിയാലോ നമുക്ക്. ഞാനപ്പം കുറച്ച് ദിവസമായല്ലേ ഇതേപോലെ ഷൂട്ട് ചെയ്യാഞ്ഞത്. അത് വേറൊന്നുമല്ല, എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ ഇനി ഗ്യാപ്പ് എടുക്കാറുണ്ട്. കാര്യം ഞാനിങ്ങനെ ഇടയ്ക്ക് വലിയൊരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. കാര്യം എനിക്ക് അതിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിൽക്കണം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് വരെ കുറച്ച് അത്യാവശ്യം ഗ്യാപ്പ് എടുത്ത് എനിക്ക് കുറേ പ്രൊമോഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. എന്നാലും നമ്മളിപ്പോൾ വർക്കിന് പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് എടുത്തിട്ട് ഹോളിഡേക്ക് പോകാനൊക്കെ തോന്നില്ല. അതേപോലെ ഞാൻ കണ്ടൻറ് ക്രിയേഷന് ശരിക്കും അത് ഗ്യാപ്പ് എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് യൂട്യൂബിലൊക്കെ നമ്മൾ ഗ്യാപ്പ് എടുത്ത് വരുമ്പോൾ പിന്നെ വ്യൂസ് വരാറില്ല. കാര്യം എനിക്കിത് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടണുണ്ടായിരുന്നു. ലോങ് വീഡിയോക്ക് എനിക്ക് അങ്ങനെ സപ്പോർട്ട് കിട്ടാറില്ല. പക്ഷെ അത്യാവശ്യം സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കണം ഞാൻ കുറേ വ്യൂസും കാര്യങ്ങളല്ല, റെസ്പോൺസസ്. ഇത് കൊള്ളാം, ഇങ്ങനെ ചെയ്യണത് ഇഷ്ടമായി, അല്ലെങ്കിൽ എന്ത് പറ്റി ഇതെടുക്കാത്ത, അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വരും. അതാണ് ഞാൻ ആ സപ്പോർട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെനിക്ക് കിട്ടണുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും ഞാൻ ഗ്യാപ്പ് എടുത്തത് എനിക്കിങ്ങനെ ഗ്യാപ്പ് എടുക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഗ്യാപ്പ് എടുക്കാറുണ്ട്. പക്ഷേ ഇനി ഞാൻ റെഗുലറായിട്ട് വീഡിയോ എടുക്കാം. പിന്നെന്താ, ഞാൻ അപ്ഗ്രേഡ് ചെയ്തിട്ടോ. ഐ എം സോ ഹാപ്പി. ഞാൻ ഓസ്മോയുടെ പോക്കറ്റ് 4 വ്ളോഗിങ് ക്യാമറ എടുത്തായിരുന്നു. ഇപ്പം ഞാൻ അതിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണത്. അതുകൊണ്ട് ഞാനിപ്പം ഞാൻ ഇന്ന് ആദ്യത്തെ ഷൂട്ടിങ് ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഇനി റെഗുലറായിട്ട് വീഡിയോ എടുക്കാം. കാര്യം ഷോർട്സ് വരെ ഞാൻ ഇട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഗ്യാപ്പ് എടുക്കണ പോലെ ഗ്യാപ്പ് എടുത്തത്. അപ്പം എനിക്ക് ഫാമിലി ടൈം കൂടുതൽ കിട്ടും. അങ്ങനെ അപ്പോൾ ഐ എം സോ ഹാപ്പി. അങ്ങനെ ഗ്യാപ്പ് എടുക്കണതിന് എനിക്ക് ശരിയാണ് വ്യൂസ് കുറഞ്ഞാലും എനിക്കിഷ്ടമാണ് അങ്ങനെ ഗ്യാപ്പ് എടുക്കണം കേട്ടോ. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. അടുത്തത് ഞാനിവിടെ പോയിൻ്റാണ് കേട്ടോ. ആരും എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചതല്ല. പക്ഷേ ഞാനിങ്ങനെ പോയിൻ്റായിട്ട്, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഞാനിവിടെ എഴുതി വെച്ചേക്കണം ക്വസ്റ്റ്യൻസ് പോയിൻറ്റ്സ്. ഞാനിപ്പോൾ എഴുന്നേറ്റുള്ളത് 5:30 കിളി പോയ പോലെ സംസാരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കൊന്ന് 5:30 ആയിട്ടുള്ള ഇവിടെ. അപ്പം അതിൻ്റെ ഒരിതുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. പക്ഷെ നമ്മൾ പറയും. അടുത്തത് വന്നത്, എൻ്റെ ഹെൽത്തി റൂട്ടീൻ ഞാൻ ഫോളോ ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ ഹെൽത്തി റൂട്ടീൻ ഫോളോ ചെയ്യണുണ്ടായിരുന്ന കാര്യം അതെനിക്ക് എൻ്റെ ഇതിൽ തന്ന അത്യാവശ്യം നല്ലൊരു ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിൽ ആ ലൈഫ് സ്റ്റൈൽ ചലഞ്ച് ഞാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ വ്ളോഗിങ് എടുത്തില്ല, നിങ്ങളോട് ഞാൻ പറഞ്ഞു ഞാൻ ഡെയിലി വ്ളോഗ് എടുക്കുന്നു. പക്ഷേ വ്ളോഗ് ചെയ്തില്ലെങ്കിലും ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ജേർണി കണ്ടിന്യൂ ചെയ്യണുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അത് എനിക്ക് എന്താ തന്നേന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു. ഞാനിത് തുടങ്ങാനുള്ള റീസൺ എന്തായിരുന്നു, പാനിക് അറ്റാക്ക്, സ്ട്രെസ്സ്, ആൻസൈറ്റി ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇത്രയും ആയിട്ട് എനിക്ക് വന്നിട്ടില്ല. അതെൻ്റെ ലൈഫിലൊരു ഇമ്പാക്റ്റ് എനിക്ക് ഈ ഒരു ലൈഫ് സ്റ്റൈൽ ജേർണി തുടങ്ങിയപ്പോൾ തന്നിട്ടുണ്ട്. കാര്യം നിങ്ങൾക്കറിയാം, ഞാൻ ഈ ലൈഫ് സ്റ്റൈൽ ജേർണി തുടങ്ങുമ്പം നമ്മൾ ആ ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ബിസി ആയിരിക്കും. ഞാൻ പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. രാവിലെ എഴുന്നേൽക്കുക, ഇതേപോലെ ഓരോ ഡ്രിങ്ക്സ് ഉണ്ടാക്കുക, പിന്നെ വീട്ടിലെ കാര്യം ചെയ്യുക, വ്ളോഗ് എടുക്കുക, അങ്ങനെ ഞാൻ ഭയങ്കര തിരക്കായിരുന്നു. ഈ പ്രാവശ്യം ഞാൻ വ്ളോഗ് എടുത്തില്ലെങ്കിലും ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ടും ഇതുവരെ ഐ ആം ഓക്കെ ആൻഡ് ഒരു പ്രശ്നമില്ല. ഞാൻ ഈവൻ കൺസൾട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഒന്നും ചെയ്തില്ല. പക്ഷെ നിങ്ങളോട് ഞാൻ പറയാം, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഞാൻ ഓക്കെ ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ഓക്കെ ആവാൻ പോണില്ല. അപ്പം എപ്പോഴും നിങ്ങൾ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ. അങ്ങനത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് വന്നാൽ. കാര്യം പാനിക് അറ്റാക്ക് എന്നൊക്കെ നമ്മൾ പറയുമ്പം അത് വളരെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. അത് അനുഭവിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അത് എന്തായാലും സൂൺ പറയാം. കാര്യം ഞാൻ ഓക്കെ ആയി. അതുകൊണ്ട് നിങ്ങളോട് പറയാമല്ലോ എനിക്ക് എന്താ വന്നേ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ പറയാം കേട്ടോ സൂൺ ഇനി ചെയ്യാൻ പോണ വീഡിയോസിൽ. പിന്നെ ഷോർട്സിന് ഞാൻ കുറച്ച്, നിങ്ങൾക്ക് റിവ്യൂ വീഡിയോസ് ഇഷ്ടമുള്ളവരുണ്ടല്ലോ, അപ്പം ഷോർട്സിലൊക്കെ ഞാൻ അങ്ങനത്തെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചാൽ കുറേ കൊറിയൻ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിരിക്കണേനും അത് ഞാൻ ചെയ്യാം. ഞാൻ എന്തൊക്കെ ഹെൽത്തി ഹാബിറ്റ്സാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയണമല്ലോ. ഞാൻ എൻ്റെ ഇത് ഇപ്പം പ്രോപ്പറാക്കിയായിരുന്നു. ഫുഡ് ടൈമിംഗ് ഒക്കെ ഒരു പ്രോപ്പർ അല്ലായിരുന്നു. പിന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ
അങ്ങനെ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തായിരുന്നു. അത് കണ്ടിന്യൂ ഞാൻ ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മുടക്കണ ഒരാളാണ്. പക്ഷേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് സ്മൂത്തിയും ഇതേപോലെ മോർണിംഗ് ഡ്രിങ്കും കുടിക്കാറുണ്ട്. ഇതിപ്പം പാലും പീനട്ട് ബട്ടറും ആട്ടോ, പിന്നെ കുറച്ച് ഹണിയും. ഞാൻ ഷുഗർ എടുക്കാറില്ല. ഞാൻ കോഫി വല്ല കാലത്തും ആഴ്ചയിൽ, അതേപോലെ തന്നെ ഞാൻ എന്താ എടുക്കണത്, എന്താ ചെയ്തിരുന്നത് അത് തന്നെ റിപ്പീറ്റഡ് ആക്കണം. ഫുഡ് ഞാൻ റിപ്പീറ്റഡായിട്ടാണ് ചെയ്യണത്. ഉച്ചക്കും ഡിന്നറിനൊക്കെ സാധാരണ നമ്മൾ ഫുഡൊക്കെ കഴിച്ചാലും രാവിലെ ഞാൻ റിപ്പീറ്റഡായിട്ട് ഇതേപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ കഴിക്കുമല്ലോ. സ്മൂത്തിയൊക്കെ കഴിക്കുമ്പം റിപ്പീറ്റഡായിട്ട് എനിക്കിഷ്ടമുള്ളതാണ്. ഈ റിപ്പീറ്റഡ് ആകുമ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. റിപ്പീറ്റഡ് എന്ന് പറയുമ്പം നമുക്കിഷ്ടമുള്ളതാണ് നമ്മൾ കഴിക്കുന്നത്. അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം. ഓഫ് കോഴ്സ് അത് ചെയ്യാം. നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തന്നെയാണല്ലോ. എനിക്കത് മാറ്റം വന്നിട്ടുണ്ട്. കാര്യം ഓരോന്ന് പെർഫെക്റ്റ്, ഇനി ഇതിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആഗ്രഹം. ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതെനിക്ക് തുടങ്ങാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൽ കൂടുതൽ പെർഫെക്റ്റ് ആക്കും. ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഒരു ലൈഫിൽ ഒരു പെർഫെക്ഷൻ വരുത്തിയാൽ അത് വളരെ അടിപൊളിയാവും. ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. ഇതേപോലെ ഫുഡാണെങ്കിലും കറക്റ്റ്. ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നേ കഴിക്കാറില്ല. എല്ലാം ഹോം മെയ്ഡ് ഫുഡാണ്. പിന്നെ ഇടയ്ക്ക് 2 പ്രാവശ്യം പുറത്ത് പോയിട്ടായിരുന്നു. ഞാനും ബാലും കൂടി ഒരു പ്രാവശ്യം പുറത്ത് പോയി. ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ട്സായിട്ട് പുറത്ത് പോയായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ കൊളീഗ്സായിട്ട് വർക്ക് ചെയ്യണം, അവിടുത്തെ കൊളീഗ്സായിട്ട് ഞാൻ പുറത്ത് പോയായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ പുറത്തുനിന്ന് കഴിച്ചു 2 പ്രാവശ്യം. അതല്ലാതെ ഇത്രയും നാളായിട്ട് പുറത്തുനിന്ന് എല്ലാ കാര്യം ബാലും ഇതേപോലെ ജിമ്മിൽ പോവും, ഹോംലി ഫുഡുമാണ് ബാലും കഴിക്കുന്നത്. അപ്പം അത് നമ്മുടെ ലൈഫിൽ എത്രയും ഇമ്പാക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. നിങ്ങൾക്കും പറ്റുവാണെങ്കിൽ നിങ്ങളത് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. അപ്പം ഫുഡൊക്കെ ഞാൻ പ്രോപ്പറായിരുന്നു. പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ. 2 ആഴ്ച കണ്ടിന്യൂസ് 2-3 ആഴ്ച എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് കാലിന് പണി കിട്ടി. പിന്നെ എനിക്ക് പേടിയായി. ശരിക്കും അത് നിർത്തരുതായിരുന്നു. പിന്നെ ഞാൻ ആ വർക്കൗട്ട് നിർത്തിയായിരുന്നു. അതിന് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഞാൻ സൂൺ കണ്ടിന്യൂ ചെയ്യാനൊരു പേടിയാണ്. കാര്യം ഞാൻ ഈ ഫുൾ ടൈം വർക്ക് ചെയ്യണോണ്ടേ അത് നമ്മുടെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്കങ്ങനെ ഇരിക്കാനൊന്നും പറ്റുന്നില്ല. നമ്മൾ നിന്നുള്ള ജോബാണ് ഫാർമസിയിൽ. അപ്പം കുറച്ച് എന്താ പറയുക, അതുകൊണ്ട് കാലിൽ പണി കിട്ടിയതുകൊണ്ട് ഞാൻ ഇനിയും എക്സസൈസ് തുടങ്ങിയാൽ അയ്യോ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ ലീവ് എടുക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്ത കയറിയിട്ട് ഞാൻ വർക്കൗട്ട് സ്റ്റോപ്പ് ചെയ്തായിരുന്നു. വർക്കൗട്ട് ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഫുഡ് ഞാൻ പ്രോപ്പറാണെങ്കിലും വർക്കൗട്ട് ചെയ്തിട്ടില്ല. പക്ഷെ വേറെ കാര്യങ്ങളും ഇപ്പം ഞാൻ ഒരു റൊട്ടീൻ അല്ല, അതിനെന്താ പറയുക, ഇങ്ങനെ പെർഫെക്റ്റ് ആക്കണം എന്നുണ്ട്. ഓരോ ടൈമിങ് വെച്ചിട്ട് ഇന്ന സമയം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് ചെയ്യുക, അങ്ങനെ ആക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. കാര്യം ഞാൻ അത്യാവശ്യം വ്ളോഗ് എടുക്കണം, റെഗുലറായിട്ട് യൂട്യൂബിൽ ഇടണം എന്ന് എനിക്കുണ്ട്. പിന്നെ എനിക്ക് യൂട്യൂബ് മാത്രമല്ല ഇൻസ്റ്റാഗ്രാമും കൂടി ഉള്ളതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതും ഇതും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പോകാൻ അതിനൊരു ടൈം കണ്ടെത്തണം എന്നും എനിക്കുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പറായിട്ട് നമ്മൾ ടൈമും കണ്ടെത്താൻ വേണ്ടി പ്രോപ്പറായിട്ടൊരു ടൈമും കണ്ടെത്താൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പിന്നെ ഡിഫിക്കൽട്ടായിരുന്നു ഈ ഒരു ലൈഫ് സ്റ്റൈൽ റൊട്ടീൻസ് തുടങ്ങിയപ്പം. പക്ഷേ ഇല്ല, ഡിഫിക്കൽട്ടല്ലായിരുന്നു. കാര്യം ഇന്നത് കറക്റ്റ് ഇങ്ങനെ ചെയ്യണം എന്ന് വിചാരിക്കുമ്പം ഫുഡും ഡിഫിക്കൽട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് അയ്യോ എന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര കുറച്ച് കൂടുതൽ പണിയായിരിക്കുമല്ലോ. പക്ഷേ എനിക്കത് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയില്ല. എൻ്റെ ലൈഫിൽ ഇത്രയും മാറ്റം വന്നത് ഐ എം സോ ഹാപ്പി. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാര്യം ഞാൻ വ്ളോഗ് എടുത്തില്ല. വ്ളോഗ് ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. ഓരോന്നും ഇതേപോലെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയേ ഇല്ല കേട്ടോ ഈ ഒരു ജേർണി, പറയാതിരിക്കാൻ വയ്യ. പിന്നെ പോസ്റ്റിംഗ് എനിക്ക് കുറച്ച് സങ്കടം തോന്നിയായിരുന്നു. കാര്യം അയ്യോ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് വിചാരിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നുമല്ലോ. അത് ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ വന്നായിരുന്നു. പക്ഷേ എനിക്കൊരു ഗ്യാപ്പ് എടുക്കണം എന്ന് എനിക്ക് തോന്നി. യെസ്, അത് ഓഫ് കോഴ്സ് പോസ്റ്റ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ പിന്നെ അതുമല്ല ഞാൻ
ഇപ്പം ഇത് നമ്മൾ വ്ളോഗിങ് ക്യാമറ വാങ്ങിച്ചുകൊണ്ട് അതെനിക്ക് എളുപ്പമായിട്ട് തോന്നും. കാര്യം ഇതേപോലെ പെട്ടെന്ന് നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ പോയിൻ്റായിട്ട് ബുക്കിൽ എഴുതി വെച്ചിട്ടായിരുന്നു നിങ്ങളോട് സംസാരിക്കണം. കാര്യം ഞാൻ മറന്നു പോകും. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കൂടുതൽ എളുപ്പമായിരിക്കും ഫോണുള്ളതുകൊണ്ട്. അതെനിക്ക് പറയാതിരിക്കാൻ വയ്യ. എന്ത് ചേഞ്ചസ് ആണ് വന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് എനിക്ക്. വെയിറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര വെയിറ്റ് ഗെയിനൊന്നും അങ്ങനെ തടി വെച്ച് എന്നല്ല പറഞ്ഞത്, കുറച്ച് നന്നായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇതാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ ഇതിൽ കൂടുതൽ വണ്ണം വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ചിലവർ ഭയങ്കരമായിട്ട് വണ്ണം വെക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കുമല്ലോ, വണ്ണം ഇല്ലാത്തവർ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. ഞാൻ അത് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ കുറച്ചൊരു എന്താ പറയുക, നമ്മുടെ ഫേസിൽ ആ ഒരു ഇങ്ങനെ ഇരിക്കണത് ഇങ്ങനെ ആയി, ഇങ്ങനെ കുറച്ച് ഡിഫറൻസ് എൻ്റെ ഫേസിൽ വന്നിട്ടുണ്ട്. ഇനി മനസ്സിലാവാത്തവർക്ക് ഇനി എന്നെ സ്ഥിരം കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കത് മതി. അല്ലാതെ എനിക്ക് ഭയങ്കര വണ്ണം വെക്കണമെന്നില്ല. എനിക്ക് 50 kg എത്തിയാൽ മതി. പക്ഷെ 50 kg ഞാൻ എത്തിയിട്ടില്ല. എനിവേ 48ലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പം യെസ്, ഐ എം സോ ഹാപ്പി. ഇങ്ങനെ എനിക്ക് വണ്ണം വെക്കാനല്ല, ഞാൻ പറഞ്ഞു, ഇതേപോലെ പാനിക് അറ്റാക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അതുകൊണ്ടായിരുന്നു, ആൻസൈറ്റി ഒക്കെ വന്നുകൊണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഓക്കെ ആയി. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഇത് പറയാതിരിക്കാൻ വയ്യ. ഇനി വരുമോ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതുവരെ ഐ എം സോ ഹാപ്പി. വളരെ പീസായിട്ട് ഞാൻ പഴയ നിന്ന് തിരിച്ച് കിട്ടി. പഴയ എന്നേക്കാളും കൂടുതൽ ബെറ്ററായിട്ടുള്ള എന്നെ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. തിരിച്ച് കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാര്യം യെസ്, അതെന്താ സിറ്റുവേഷൻ, അതെങ്ങനെയൊക്കെ വന്നാൽ അതൊക്കെ ഞാൻ പറയാട്ടെ നിങ്ങളോട് വേറൊരു വീഡിയോയിൽ. കാര്യം ഞാൻ ഓക്കെ ആയപ്പോൾ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞ കാര്യമാണ്. അതെന്തായാലും ഞാൻ പറയും. പിന്നെ ഞാനിങ്ങനെ ഗ്യാപ്പ് എടുത്താലും ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റായിട്ടാണ് ചെയ്തത്. അതിനൊരു പ്ലാൻ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് പറ്റിയില്ല. എന്നാലും എന്താ പറയുക, നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുക്കുമ്പം നമ്മളെക്കുറിച്ച് തന്നെ ഇടയ്ക്ക് ചിന്തിക്കും. കാര്യങ്ങൾ കുറച്ച് സമയം എക്സ്ട്രാ കിട്ടി. കാര്യം ഈ ഒരു വീഡിയോ എടുക്കുക, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം സത്യം പറഞ്ഞാൽ എക്സ്ട്രാ കിട്ടി. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നത് എന്തായാലും ഞാൻ കൺസിസ്റ്റൻ്റ് ആവണം എന്നാണ് എനിക്ക് യൂട്യൂബിൽ. കാര്യം യെസ്, അത് ഞാൻ എപ്പോഴും വിചാരിക്കും. നിങ്ങൾക്കറിയാം ഞാൻ വളരെ തിരക്കെന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഒരു കാര്യം, ഞാനൊരു അമ്മയാണ്. അതേപോലെ തന്നെ എനിക്ക് വീട്ടിലെ കാര്യം നോക്കണം. പിന്നെ ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്യണതാണ്. ഞാനപ്പം എൻ്റെ വർക്കിങ്ങിന് തന്നെ എൻ്റെ ഒരു വലിയൊരു സമയം അങ്ങനെ പോകും. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇതേപോലെ നമ്മൾ ഫുഡ് വെക്കണം, ക്ലീൻ ചെയ്യണം. പിന്നെ ഇതേപോലെ എൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യം നോക്കണം. പിന്നെ കൊച്ചിൻ്റെ കാര്യം, പിന്നെ കൊച്ചിൻ്റെ കാര്യം എനിക്ക് അത്രയും നോക്കേണ്ടി വരാറില്ല. കാര്യം പാലും നോക്കണമുണ്ട്. എന്നാലും യെസ്, അങ്ങനെ കുറച്ച് സമയം എൻ്റെ പോകാറുണ്ട്. എന്നാൽ കുറച്ച് സമയമല്ല, എനിക്ക് സമയം കിട്ടാറില്ല. പക്ഷേ എനിക്ക് കണ്ടൻറ് ക്രിയേഷൻ എനിക്ക് കൺസിസ്റ്റൻ്റ് ആക്കണം എന്ന് എന്തായാലും ഉണ്ട്. അത് ഞാൻ കൺസിസ്റ്റൻ്റ് ആക്കും എന്ന് വിചാരിച്ചിരിക്കും. എന്തെങ്കിലും ഞാൻ ഗ്യാപ്പ് വരുത്തും. പക്ഷെ ഇല്ല, കൺസിസ്റ്റൻ്റ് ആവും നമ്മളല്ലേ. പക്ഷേ ഇത് കൺസിസ്റ്റൻ്റ് ആണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. ഞാൻ ഫുഡിൻ്റെ കാര്യം എനിക്ക് പറ്റുമെന്ന് പോലും അറിയാതെ തുടങ്ങിയതാണ്. ബട്ട് യെസ്, ഇത്രയും ദിവസം എനിക്ക് പറ്റി. ഇത് എത്രാമത്തെ ദിവസമെന്ന് പോലും ഞാൻ കൗണ്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇത്രയും ദിവസം എനിക്ക് പറ്റി. അതിന് ഐ എം സോ ഹാപ്പി. പിന്നെ എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എല്ലാ വ്ളോഗിലും പറഞ്ഞത് ഇതേപോലെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയാണ് ഞാനിത് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്. ഞാൻ കൺസിസ്റ്റൻ്റ് ആയി. അതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രശ്നമില്ല. എൻ്റെ ആ ഒരു ജേർണിയിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആണ്. ഇതേപോലെ ഫുഡ് കാര്യങ്ങൾ കറക്റ്റാണ്. വർക്കൗട്ട് എൻ്റെ കാലിന് പണി കിട്ടിയതുകൊണ്ട് എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ ചെയ്യണില്ല. ഇത് ചെയ്യാൻ തുടങ്ങണം എന്നുണ്ട്. മേ ബി തുടങ്ങുമായിരിക്കും, ചിലപ്പോൾ തുടങ്ങില്ലായിരിക്കും. എനിക്ക് വർക്കിന് പോകണ ഒരു ഇതുള്ളത് കൊണ്ടാണ് എനിക്കൊരു പേടി. വേറെ എന്താണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഒരു സ്ട്രിക്റ്റായിട്ടൊരു പക്ക ആയിട്ട് ഞാൻ ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രിക്റ്റായിട്ട് ചെയ്താൽ അത് നമുക്ക് അയ്യോ എന്നുള്ള ഒരു ഫീലിംഗ് തോന്നും. ഇത് പയ്യെ ഇതേപോലെ കണ്ടിന്യൂ ചെയ്താൽ അത് നമ്മൾ കണ്ടിന്യൂ ആയിക്കോളും പയ്യെ. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ, എനിക്ക് കുറച്ച് ചിട്ടയായിട്ട് പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഒട്ടും അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ പിന്നെയുമാണ്. അതൊന്നും ബെറ്റർ ആക്കണം എന്നുണ്ട്.
അത് ഞാൻ പറ്റുന്ന പോലെ ബെറ്റർ ആക്കും. അതാണ് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ. പിന്നെ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂട്യൂബിൽ ലോങ് വീഡിയോ ഇടണം എന്ന് എനിക്ക് ഭയങ്കര ഇതുണ്ട്. കാര്യം ഞാനത് ലോങ് വീഡിയോസ് ഇടാറേ ഇല്ല. ഇതേപോലെ പല കാലത്തും ഇടയ്ക്കൊരു ലോങ് വീഡിയോ ഇപ്പോഴാണ് പിന്നെ ചലഞ്ച് ചെയ്തപ്പോൾ പിന്നെയും ഇട്ടത്. എന്നിട്ടും ഞാൻ ഗ്യാപ്പ് വരുത്തി. അപ്പം ഇനി അല്ലാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം എന്നുണ്ട്. അത് ഞാൻ ഇടാം, ശ്രമിക്കും. അല്ല ഇടും, നമ്മളിടും. പിന്നെ എന്താ പറയുക, ഇനി നമ്മൾ മിസ്സായാലും കുഴപ്പമില്ല. നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചലഞ്ച് തുടങ്ങിയിട്ട് ഇപ്പം ഞാൻ സ്കിപ്പായ ഒരു കാര്യമോ വർക്കൗട്ട് ഞാൻ പറഞ്ഞത്, അല്ലാതെ നമ്മളെന്തെങ്കിലും മിസ്സായാലും നമ്മൾ കണ്ടിന്യൂ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ലൈഫിൽ പറ്റണ പോലെ നമുക്ക് ഇമ്പ്രൂവ് ആവാൻ പറ്റും. ഇപ്പം എനിക്ക് ഇത്രയും ഇമ്പ്രൂവ് ആവാൻ പറ്റിയെങ്കിൽ നിങ്ങളും ഇമ്പ്രൂവ് ആവാനും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇത് കൊണ്ടുവരണം എന്നേ എനിക്ക് പറയാനുള്ള കാര്യം. അത് നമ്മുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നത് ഞാൻ പറഞ്ഞു. എൻ്റെ ലൈഫിൽ മാറ്റം എന്ന് വെച്ചാൽ ഞാൻ എന്താ ഉദ്ദേശിച്ചത് അതിൽ റിസൾട്ട് കണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഞാൻ പറഞ്ഞു, ഇങ്ങനത്തെ വളരെ ബാഡ് സിറ്റുവേഷനിലാണ് ഞാനിത് തുടങ്ങാൻ തീരുമാനിച്ചത്. അത് നിങ്ങളോട് പറഞ്ഞുകൊണ്ടുമാണ് ഞാൻ തുടങ്ങിയത്. ആ ഒരു സിറ്റുവേഷൻ ഇപ്പം ഓർക്കുമ്പോൾ പോലും എനിക്ക് ആ ഒരു അയ്യോ ഒന്ന് തോന്നണില്ല. എന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു ലൈഫ് തരാൻ വേണ്ടിയായിരിക്കും എനിക്കങ്ങനെ വന്നത്. കാര്യം ഇതിപ്പം ഒരു പെർഫെക്റ്റ് അല്ലേ, ഫുഡ് പെർഫെക്റ്റ് ആക്കി. അപ്പം അങ്ങനെ യെസ്, ഐ എം സോ ഹാപ്പി. ഇനിയുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾ ഇതേപോലെ റെഗുലറായിട്ട് കാണാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്താ വെച്ചാൽ എനിക്ക് ഇതേപോലെ വീഡിയോസ് ഇടാൻ പറ്റുമെന്നും അതേപോലെ കുറേ കണ്ടന്റും കാര്യങ്ങളും നിങ്ങൾക്കും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഞാൻ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇടാം. ഐ എം സോ ഹാപ്പി. എന്താ പറയുക, ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് എനിക്ക് തരാറുണ്ട്. ഇനിയും എൻ്റെ ഓരോ വീഡിയോസിനും സപ്പോർട്ട് ചെയ്യാം. ആൻഡ് താങ്ക് യു സോ മച്ച്. അത്രയല്ല എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വ്ളോഗായിട്ട് നാളെ തന്നെ കാണാം.